ഹായ് ഗൈസ്, 2-3 ദിവസം മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പതുക്കെ പോഡ്കാസ്റ്റിംഗ് മേഖലയിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ആരാഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, 2013 ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും എൻ്റെ MA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത് അധ്യാപന വൃത്തിയിലേക്ക് ചുവടുവെക്കുന്നത്. ഏതാണ്ട് അതേ വർഷം തന്നെയാണ് ഞാൻ കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ സംരംഭമായിട്ടുള്ള അസാപ്പ് അഥവാ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം മേക്കർ എന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമകളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കാം. ഇതിനു പുറമെ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ, ഗൃഹശോഭ എന്ന മാഗസിനിലെ കോളമിസ്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ABC മലയാളം പോലത്തെ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടായിരിക്കാം. ശ്രീ വേദവ്യാസ് കുന്തുവുമായും ഗാന്ധി സ്മൃതി ദർശൻ സമിതിയുമായും ബന്ധപ്പെട്ട് ഗാന്ധിയൻ വാല്യൂസുമായി ബന്ധപ്പെട്ട് തർജ്ജമ ചെയ്ത പുസ്തകങ്ങളോ ലേഖനങ്ങളോ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടായിരിക്കാം. കഴിഞ്ഞൊരു 3-4 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു PhD ഗവേഷക വിദ്യാർത്ഥി എന്ന ലേബലിലോ അതല്ലെങ്കിൽ റീൽസ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലോ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടായിരിക്കാം. ഇത്രമേൽ വിഭിന്നമായ ഒരു ക്യാൻവാസിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ഒരു പോഡ്കാസ്റ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് വിഷയത്തിൽ സംസാരിക്കണം എന്നൊരു ആശങ്കയിൽ നിങ്ങളിൽ നിന്ന് ഞാൻ വിഷയങ്ങൾ ആരാഞ്ഞത്. എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് വെൽ വിഷേഴ്സ് നിങ്ങൾക്കിടയിലുണ്ട് എന്നറിയാൻ സാധിച്ചതിലാണ്. ഒരുപാട് പേർ എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചു, ഇന്ന ടോപ്പിക്കുകളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്, ഇന്ന സാധനം നിങ്ങൾ ചെയ്ത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായും അതെല്ലാം വരുന്ന വഴി നമ്മൾ പോഡ്കാസ്റ്റുകളിൽ പരിഗണിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ആനന്ദ് ലളിത കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടും RJAK എന്ന പേരിലുള്ള ഇൻസ്റ്റ അക്കൗണ്ടും, ഇത് രണ്ടും പേഴ്സണൽ അക്കൗണ്ടുകളാണ്. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ എനിക്ക് 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മെയിനായിട്ടുണ്ട്. ഒന്ന് 2021-22 ആരംഭിച്ച AK ക്രിയേഷൻസ് അക്കാഡമി എന്ന് പറയുന്ന സാഹിത്യവും തിയറിയും റിസർച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൊരു വേദി എന്ന രീതിയിൽ, നാടകവും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു വേദി എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത അക്കാഡമിയുടെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജാണ്. ഇൻസ്റ്റാ പേജ് അത്ര സജീവമല്ല, പക്ഷേ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കുറേ ലെക്ചറുകളും അല്ലെങ്കിൽ സാഹിത്യ സംബന്ധിയായ ഡിസ്കഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് പുറമെ കഴിഞ്ഞ 2 വർഷമായി ഉള്ള മറ്റൊരു സംരംഭമാണ് കാലിച്ചായ എന്റർടൈൻമെന്റ് മീഡിയ എന്ന പേരിലുള്ള ഒരു എന്റർടൈൻമെന്റ് ചാനൽ. ഞാനും എൻ്റെ കോളേജ് കാല സുഹൃത്തുക്കളും, അതായത് ഷോർട്ട് ഫിലിം ചെയ്തിരുന്ന കാലത്തെ സുഹൃത്തുക്കളും കൂടി ആരംഭിച്ച ഒന്നാണത്. പക്ഷെ എല്ലാവരും പ്രായമായി, വിവാഹം കഴിഞ്ഞു, ജീവിത തിരക്കുകൾ, ജോലിയൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഏറെക്കുറെ അത് എൻ്റെ ഒരു 1 മാൻ ഷോ ചാനലായി ചുരുങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെതായ പരിമിതികളും അതിനുണ്ട്. കാരണം റെഗുലറായി കണ്ടന്റ് ഇടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുക. എന്നിരുന്നാൽ കൂടിയും ഏകദേശം 1 ലക്ഷം വ്യൂസ് വരെ കിട്ടുന്ന വീഡിയോസിലേക്ക് 2 വർഷത്തിനിടയ്ക്ക് കാലിച്ചായ വളർന്നിട്ടുണ്ട്. ചിലർ കളിയാക്കിയൊക്കെ ചോദിക്കും, എനിക്ക് ഏതോ ഒരു ചാനലുണ്ടല്ലോ, കട്ടൻ ചായയോ കാലിച്ചായയോ എന്തുവാ എന്ന് ചോദിക്കുന്നവരുണ്ട്. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ കഥാർസിസ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ കാലിച്ചായയെ ഉപയോഗിച്ച് പോന്നിരുന്നത്. കാലിച്ചായക്ക് അതിൻ്റെ ഏറ്റവും വലിയൊരു പീക്ക് കിട്ടിയത് നമ്മുടെ ഇലക്ഷൻ സമയത്ത് ഞാൻ ചെയ്ത നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ ശൈലി, എൻ്റെ തനത് ശൈലിയിൽ ചെയ്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ പഴയ AK കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. വിമർശിച്ചവരും ഉണ്ട് കേട്ടോ. ഈ അധ്യാപനം എന്ന് പറയുന്ന ലേബൽ എനിക്ക് ചില സമയത്ത് ഒരു ഭാരമാണ്. മുടി വളർത്താൻ, താടി വയ്ക്കാൻ, അല്ലെങ്കിൽ ചില വാക്കുകൾ പച്ചയ്ക്ക് പറയാൻ, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പച്ചയ്ക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ മെന്റേഴ്സ്, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയച്ചോ വിളിച്ചോ സ്നേഹപൂർവ്വം ചോദിക്കും, എടാ ഇത് വേണോ, നീ ഇപ്പോഴും ജോലിക്ക് കയറാൻ നോക്കുവല്ലേ, പല സ്ഥലത്തും അധ്യാപനത്തിന് നോക്കുവല്ലേ, ഇത് ഇത്രയ്ക്ക് അടച്ചാക്ഷേപിക്കണം, ഇത്രയ്ക്ക് പച്ചയ്ക്ക് തുറന്ന് പറയണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പഴയ AK അറിയാവുന്നവർക്കറിയാം, ഒരു കൂസലും ഇല്ലാതെ വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് എന്ന്. ഓഫ് കോഴ്സ് നമ്മൾ വളരും തോറും, നമ്മുടെ പ്രായം കൂടും തോറും നമ്മൾ പല പല കാര്യങ്ങളിലും ചിസൽഡ് ഡൗൺ ആയി പെരുമാറും, അല്ലെങ്കിൽ ഒന്ന് പക്വത എന്ന് ഞാൻ അതിനെ വിളിക്കുന്നില്ല, പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന രീതിയിലേക്ക് വരും. എങ്കിലും എനിക്കിഷ്ടം അങ്ങനെ വെട്ടി തുറന്ന് സംസാരിക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2 ചാനലുകൾ, ഒന്ന് AK ക്രിയേഷൻസ് അക്കാഡമി, 2 കാലിച്ചായ. ഇത് രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഈ പോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 2 ചാനലുകളിലേക്കുമായിട്ട് ഡിവൈഡ് ചെയ്തും കൂടിയാണ് ഞാൻ വീഡിയോസ് തയ്യാറാക്കാനായി, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് വീഡിയോസ് തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഒന്ന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ചർച്ചകൾക്കായി AK ക്രിയേഷൻസ് അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് പേജും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റംപ്റ്റും, മറുവശത്ത് എന്റർടൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട്, ഗോസിപ്പുമായി ബന്ധപ്പെട്ട്, ലോക ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കാലിച്ചായ എന്റർടൈൻമെന്റ് മീഡിയ എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫേസ്ബുക്കിൻ്റെതായ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹ്രസ്വ വീഡിയോകളായിരിക്കും നിങ്ങൾ ഫേസ്ബുക്കിലൂടെ എൻ്റെ പോഡ്കാസ്റ്റായി കാണുക. ചിലപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വീഡിയോ, പ്രത്യേകിച്ച് ലെക്ചറൊക്കെ ആണെങ്കിൽ, ഇപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് AK ക്രിയേഷൻസ് അക്കാഡമി എന്ന് പറയുന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്താൽ കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് വീഡിയോസ് ആണെങ്കിൽ കാലിച്ചായയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാലിക പ്രസക്തിയുള്ള, എനിക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും എനിക്ക് തന്നിട്ടുള്ളത്. ഇതൊക്കെയുമായി ഞാൻ വീണ്ടും അടുത്ത പോഡ്കാസ്റ്റിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. ഇത് ആദ്യത്തെ പോഡ്കാസ്റ്റാണ് കേട്ടോ, ഒരു ഇൻട്രൊഡക്ടറി പോഡ്കാസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹ്രസ്വമായ ഒരു പോഡ്കാസ്റ്റായി ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങളേവർക്കും നന്ദി. ഇനിയും ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിക്കുന്നു. ഓരോ വീഡിയോയിലും ശുക്രണ്ണൻ അതിന്റെ മെറിറ്റ് കൗണ്ട് ചെയ്യുന്നത്, അതിന്റെ റീച്ച് കൂട്ടാൻ നോക്കുന്നത്, അതിന്റെ കാഴ്ച എത്ര മിനിറ്റ് വരുന്നു എന്നുള്ളതിൽ മാത്രമല്ല, കമന്റുകൾ എത്ര വരുന്നു, എൻഗേജ്മെന്റ് എത്ര വരുന്നു എന്നുള്ളതും കൊണ്ടും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകാർ പറയുന്ന പോലെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വീഡിയോകൾ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും നിങ്ങളുമായി സംവദിക്കാൻ ഐ കാൺട്ട് വെയിറ്റ്. ഞാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് അടിപൊളിയായി ഊർജ്ജസ്വലമായി, നമ്മൾ ഈ നെഗറ്റീവ്, പോസ്റ്റ് ട്രൂത്ത്, വൃത്തികേടുകൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം. ഇടയ്ക്ക് പച്ചയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. എങ്കിലും പരമാവധി ക്രിയേറ്റീവായ, കൺസ്ട്രക്റ്റീവായ, ഉപയോഗപ്രദമായ അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയായി പോഡ്കാസ്റ്റിനെ ഉപയോഗിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ AK സൈനിങ് ഓഫ്. Until you meet with our next first podcast video. Take care. செஞ்சிடலாம். செஞ்சுட்டா போச்சு.